ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ലവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് ആൻഡ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ. സ്പിരിച്വൽ ടാരോട്ട് റീഡിങ്ങിൽ വിശ്വാസമുള്ളവർ മാത്രം ഈ ഒരു റീഡിംഗ് കാണുവാൻ ശ്രമിക്കുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന, ഓർക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്ന അവരോടൊപ്പമുള്ള ആ ഒരു സുന്ദര നിമിഷങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. പോസിറ്റീവായിട്ടിരിക്കുക. നമുക്കിനി റീഡിങ്ങിലേക്ക് പോകാം. എന്താണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറണ്ട് സ്റ്റാറ്റസ്? നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ ഡെത്ത് കാർഡാണ്. ഇവിടെ ഒരു ലിറ്ററൽ ഡെത്തിനെ അല്ല സൂചിപ്പിക്കുന്നത്. ഇതൊരു ചാപ്റ്റർ അവസാനിക്കുകയും മറ്റൊരു പുതിയ ചാപ്റ്റർ ആരംഭിക്കുകയും ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരിക്കൽ വളരെ ശക്തമായ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു എങ്കിലും ഇപ്പോൾ ആ ഒരു പഴയ രൂപത്തിൽ അത് നിലനിൽക്കുന്നില്ല എന്ന് കാണിക്കുന്നു. എന്തോ വലിയൊരു മാറ്റം നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഒരു ബ്രേക്കപ്പ്, അല്ലെങ്കിൽ വളരെ ഒരു സൈലൻസ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ എന്തോ ഒന്ന് ശരിക്കും ഒരു ഡെത്ത് എനർജിയിലേക്ക് പോയതായി കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന 6 ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഈ ഒരു കണക്ഷൻ എന്നത് ഒരു സാധാരണയല്ല. ഇതൊരു പാസ്റ്റ് ലൈഫ് ടൈപ്പ് കണക്ഷൻ അല്ലെങ്കിൽ ഡീപ്പ് ഇമോഷണൽ ബോണ്ട് പോലെയാണ് എന്ന് സൂചിപ്പിക്കുന്നു. നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച് ഒരുമിച്ച് ചെലവിട്ട ആ ഒരു സമയം, അതുപോലെ തന്നെ ഒരുമിച്ചുള്ള മെമ്മറീസ്, ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം, ഇതൊക്കെ രണ്ടുപേരുടെയും മനസ്സിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നു. 5 ഓഫ് കപ്സ് പറയുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ എനർജിയിൽ ഒരു റിഗ്രഷൻ, അതുപോലെ തന്നെ ഒരു സാഡ്നെസ്, ഡിസപ്പോയിൻമെൻറ്റ് കാണുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഒരാൾക്ക് തോന്നുകയാണ്, ഞാൻ ഈ ബന്ധത്തിൽ ചെയ്ത ചില കാര്യങ്ങൾ തെറ്റായിപ്പോയി, അത് വേറൊരു രീതിയിൽ ഹാൻഡിൽ ചെയ്തിരുന്നു എങ്കിൽ ഈ ഒരു ബന്ധം ഇന്നും നിലനിന്നിരുന്നേനെ എന്ന് ചിന്തിക്കുന്നു. ഇത് നിങ്ങൾ രണ്ടു പേരിൽ ഒരാളുടെ ഒരു കുറ്റബോധമാകാം. പിന്നീട് വരുന്ന ഏസ് ഓഫ് സോർട്സ് ഒരു ട്രൂത്ത് മൊമെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരിക്കൽ സത്യം തുറന്നു പറയേണ്ട ഒരു കോൺവെർസേഷൻ ഉണ്ടാകും. നിങ്ങൾ എത്രയൊക്കെ നോ കോണ്ടാക്റ്റിലേക്ക് പോയെങ്കിൽ തന്നെയും വീണ്ടും ഒരു കോൺവെർസേഷൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. ക്ലാരിറ്റി വരും. നിങ്ങൾക്കിടയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എല്ലാം തന്നെ ക്ലിയർ ആകും എന്ന് സൂചിപ്പിക്കുന്നു. റിയൽ ഫീലിങ്സ് എല്ലാം തന്നെ പുറത്തു വരാനുള്ള ചാൻസസ്. ഇത് ചിലർക്കൊരു ക്ലോഷർ ആയിരിക്കും, ചിലർക്കൊരു ന്യൂ ബിഗിനിങ് ആയിരിക്കും. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എത്രയോ ആളുകളുടെ എനർജി വന്നു പോകുന്ന ഒരു റീഡിംഗ് ആണിത്. നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. നിങ്ങൾക്കിടയിലെ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസാനിച്ച് ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എങ്ങോട്ടേക്കാണ് ഈ ഒരു ബന്ധം പോകുന്നത് എന്ന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ദിശ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ഇത് തുടരണോ വേണ്ടായോ എന്നുള്ളത്. അടുത്തതായി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിംഗ് എന്താണ്? ദ കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. വന്നിരിക്കുന്ന കാർഡുകൾ 9 ഓഫ് വോൺസ്, നൈറ്റ് ഓഫ് സോർട്സ്, ദ ടവർ, കിങ് ഓഫ് സോർട്സ്. അവരുടെ ആ ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കൂടിക്കുഴഞ്ഞ ഒരവസ്ഥ, ഒരു കോൺഫ്ലിക്റ്റഡ്. 9 ഓഫ് വോൺസ് പറയുന്നത് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഇമോഷണലി വളരെ ഗാർഡഡ് ആണ്. അവൻ അല്ലെങ്കിൽ അവൾക്ക് തോന്നുന്നുണ്ട് ഇനി വീണ്ടും ഹർട്ടാകാൻ പാടില്ല. കാരണം എന്തൊക്കെയോ ഓവർ തിങ്ക് ചെയ്ത് പലപ്പോഴും അവർക്ക് മുറിവേറ്റിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിനെ പറ്റി ആലോചിക്കുമ്പോഴെല്ലാം വിഷമിച്ചിട്ടുണ്ട്. ഇനി ഇത് പാടില്ല എന്ന് ചിന്തിക്കുന്നു. അവർക്കിപ്പോഴും ഈ ഒരു കണക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫീലിംഗ് ഒക്കെ വരുമ്പോഴേക്കും ശരിക്കും പാസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഒരുപാട് വിഷമിക്കുന്നതിനാൽ, മുറിവേൽക്കുന്നതിനാൽ അവർ അതിൽ നിന്നും പിന്മാറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് സോർട്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു വ്യക്തി ഒരിക്കൽ സഡനായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയെ സൂചിപ്പിക്കുന്നു. കാരണം അവരുടെ മൈൻഡിൽ വളരെ ശരിക്കും നിങ്ങളുടെ ആ ഒരു തോട്ട്സ് എല്ലാം തന്നെ ഇങ്ങനെ 1 by 1 ആയിട്ട് റൺ ആകുന്നുണ്ട്. എത്രയൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിച്ചാലും അത് നിങ്ങളുടെ ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ പവർ കൊണ്ടും ഒക്കെ ആയിരിക്കാം. മാനിഫെസ്റ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അവരുടെ മനസ്സിലേക്ക് ഈ തോട്ട്സുകൾ അങ്ങനെ ചെല്ലും. പക്ഷേ ഇവിടെ വലിയൊരു കാർഡ് വന്നിരിക്കുന്നത് ടവർ കാർഡാണ്. അതായത് ടവർ എനർജി സൂചിപ്പിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ ഒരിക്കലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു തകർന്നുടഞ്ഞ ഒരവസ്ഥ, ഒരു സഡൻ ഫൈറ്റ്, അല്ലെങ്കിൽ ഒരു ട്രൂത്ത്, എന്തെങ്കിലും സത്യം നിങ്ങൾക്ക് സഹിക്കാനാകാത്ത, അല്ലെങ്കിൽ ഒരാൾക്ക് പുറത്തു കൊടുക്കാനാകാത്ത ഒരു സത്യം തുറന്നു വരിക. അതല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു ട്രസ്റ്റ് ബ്രേക്കിംഗ്, വിശ്വാസം നഷ്ടപ്പെടുക. അതും അല്ലെങ്കിൽ ലൈഫ് സർക്കംസ്റ്റാൻസസ് ചേഞ്ച് ആയിരിക്കുന്നു. ഒരാൾ ഒരു സ്ഥലം വിട്ട് മറ്റൊരിടത്തേക്ക് വിട്ടു പോവുക. അങ്ങനെ എന്തോ ഒന്ന് സഡനായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതൊരു ബ്രേക്കപ്പിനൊരു വലിയ കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നു.
നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ ഇത് വളരെ ഡീപ്പായിട്ട് തന്നെ ഒന്ന് പിടിച്ചുലച്ചിട്ടുണ്ട്, ഷേക്ക് ചെയ്തിട്ടുണ്ട്. അതിനാൽ അവർ ഇപ്പോഴും ഒരു നൈറ്റ് ഓഫ് സോർട്സ് എനർജിയിലാണ് എന്ന് കാണിക്കുന്നു. ഇമോഷണലി ഡിറ്റാച്ച്ഡ് പ്ലസ് ലോജിക്കൽ തിങ്കിങ്, ഇതാണ് നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പറയുന്നത്. അതായത് ഓർക്കാൻ ഇഷ്ടമല്ലാത്ത, അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ ഡിറ്റാച്ച് ചെയ്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ലോജിക്കലായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട്. ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടെ ആ ഒരു മൈൻഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇനിയും ഈ ഒരു സ്നേഹത്തെ പിന്തുടർന്നാൽ വീണ്ടും എനിക്ക് പെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും എന്നുള്ള ഒരു സത്യമാണ് അവരുടെ ഹൃദയത്തിൽ നിന്നും നമുക്കറിയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഭയത്തോടു കൂടി ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഫ്യൂച്ചർ എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം. ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ എനർജി കാർഡാണ്. അതായത് ഒരു പ്യുവർ ഇമോഷണൽ എനർജിയെ സൂചിപ്പിക്കുന്നു. ഈ ഒരു കാർഡ് കാണുമ്പോൾ 2 സാധ്യതകളുണ്ട്. ഹീലിംഗ് ആൻഡ് ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ്. 1, ഈ ഒരു ബന്ധത്തിൽ ഒരിക്കൽ ഇമോഷണൽ മെച്യൂരിറ്റി വരും. നിങ്ങളിൽ ഒരാൾ സാധാരണ ഒരു ഫെമിനൈൻ എനർജി ആയിരിക്കാം. ഇതിൽ നിങ്ങളുള്ള ആ ഒരു ഫെമിനൈൻ എനർജി ആരാണെന്ന് വെച്ചാൽ കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് കാണിക്കും എന്ന് കാണിക്കുന്നു. ഒരു സ്നേഹം, കമ്പാഷൻ, അതുപോലെ തന്നെ ഹർട്ടൊക്കെ ഒന്ന് ഹീലാകും. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന വാക്കുതർക്കങ്ങളെല്ലാം ഒന്ന് ഹീലായി ശരിക്കും ഇത് പീസ്ഫുൾ കമ്മ്യൂണിക്കേഷനിലേക്ക് വഴിയൊരുക്കുന്നു എന്ന് കാണിക്കുന്നു. സെക്കൻഡ് ചാൻസ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും സെൽഫ് ലവ് പാത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങളുടെ ഓൺ ഇമോഷണൽ പവർ നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു കാലം വരും. നിങ്ങൾ അന്ന് റിയലൈസ് ചെയ്യും, ഞാൻ സ്നേഹിക്കാൻ കഴിവുള്ള ഒരാളാണ്, പക്ഷേ ഞാൻ എൻ്റെ വാല്യൂ ഒരിക്കലും കുറയ്ക്കില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ വീണ്ടും സ്ട്രോങ്, ഇൻഡ്യൂട്ടീവ്, ലവിങ് പേഴ്സണായി മാറുന്നു എന്ന് കാണിക്കുന്നു. ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു ഹിഡൻ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഒരു കാർമിക് ലേണിംഗ് കണക്ഷൻ ആകാം എന്ന് സൂചിപ്പിക്കുന്നു. ഇതൊരു 99% ആളുകളുടെയും ബന്ധം. കാർമിക് ലേണിംഗ് കണക്ഷൻ എന്താണെന്ന് ഇതിൽ കുറച്ചെങ്കിലും ആളുകൾക്ക് അറിയായിരിക്കും. ഇത് പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും. അറ്റാച്ച്മെൻറ്റ്, ലെറ്റിംഗ് ഗോ, ഇമോഷണൽ ഗ്രോത്ത്, അതുപോലെ തന്നെ സെൽഫ് റെസ്പെക്റ്റ്, ഇതെല്ലാം തന്നെ പഠിപ്പിക്കുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ കാർമിക് ലേണിംഗ് കണക്ഷൻസ് എന്ന് പറയുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾക്ക് ഇതൊരു സോൾ അവേക്കനിങ് റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ പോലും അറിയാതെ വളരെ അവിചാരിതമായി നിങ്ങളിലേക്ക് വന്ന ആ ഒരു വ്യക്തി, നിങ്ങളുടെ വലിയ ഒരു ലോകമായി മാറിയ ആ ഒരു വ്യക്തി നിങ്ങളെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ എവിടെ നിന്നോ വന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത്, ഇത് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനി പാർട്ട്ണർ തന്നെയാണ്. ഇതൊരു പാസ്റ്റ് കണക്ഷൻ ആകാനുള്ള ഒരു സ്ട്രോങ് ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രസൻറ്റ് എനർജി ഹർട്ട് ആൻഡ് ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. ഫ്യൂച്ചർ എനർജി എന്ന് പറയുന്നത് ഹീലിങ്ങിനെയാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചോയ്സസ് ആണ് ശരിക്കും ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് റെസൊണേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ യൂണിവേഴ്സ് നിങ്ങളെ ശരിക്കും ക്ലാരിറ്റി കോൺവെർസേഷനിലേക്ക് തന്നെ നയിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതിന് ഈ ക്ലോഷർ ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ തുടക്കമാണെങ്കിലും ഇതിനകത്തൊരു കമ്മ്യൂണിക്കേഷൻ എനർജി ശക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയ ഒരു ബന്ധമാണെങ്കിൽ ശരിക്കും ഇത് നിങ്ങൾക്ക് ഒരുപാട് ഹർട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകാം. അവർക്കും അതേപോലെ തന്നെ. അവർക്ക് കുറച്ച് ടൈം കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ, സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ അല്പസമയം എടുക്കുക. ഒരു ബ്രേക്ക് ആകാം. 2 പേർക്കും അത് വളരെ നല്ലതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ. എങ്ങനെ ഈ ബന്ധം ഒന്ന് റിപ്പയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു എനർജിയിൽ മനസ്സിലാകുന്നില്ല. കുറച്ചൊന്ന് മുന്നോട്ട് പോകുന്ന സമയത്ത് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ക്ലാരിറ്റി കൊണ്ടുവരും. ശരിക്കും നിങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാം ഒന്ന് ശക്തമാക്കുക. അതോടുകൂടി നിങ്ങളുടെ ആ ഒരു അകക്കണ്ണ് തുറക്കുക എന്ന് പറയും. ഇൻഡ്യൂഷൻസ് എല്ലാം തന്നെ സ്ട്രോങ് ആകും. നിങ്ങൾക്ക് തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്. എപ്പോഴും മനസ്സ് വിഷമിച്ച് പ്രക്ഷുബ്ധമായ ഓവർ തിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മനസ്സിന് ഒരിക്കലും നല്ലൊരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അതിന് ആദ്യം ചെയ്യേണ്ടത് മൈൻഡ് കാമാക്കുക എന്നുള്ളതാണ്. മൈൻഡിനെ ശരിക്കും കെട്ടഴിച്ച് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യാൻ വിടാതിരിക്കുക. നമ്മളുടെ കൈപ്പിടിയിൽ തന്നെ നമ്മളുടെ ചിന്തകളെ നിയന്ത്രിച്ച് നിർത്തുക. അതിന് പ്രാർത്ഥനകളും മെഡിറ്റേഷനും എല്ലാം തന്നെ ഹീലിംഗ് എല്ലാം തന്നെ നിങ്ങളെ സഹായിക്കും. നല്ല ഭക്ഷണം, അതുപോലെ തന്നെ നല്ല വിശ്രമം, രോഗങ്ങളൊന്നും തന്നെ വരാതിരിക്കാൻ ശരിയായിട്ടുള്ള വ്യായാമം, അതിനി ആണായാലും പെണ്ണായാലും എല്ലാ ദിവസവും ഒരു കൺസിസ്റ്റൻ്റായിട്ടൊക്കെ തന്നെ ചെയ്ത് നമുക്ക് ചെയ്യാനുള്ള കർമ്മങ്ങൾ എല്ലാം തന്നെ കൃത്യമായി ചെയ്ത് നമ്മുടെ മനസ്സിനും ശരീരത്തിലും അതുപോലെ തന്നെ ജീവിതത്തിലുടനീളം പോസിറ്റീവിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരിക. നമുക്ക് ദിവസവും കിട്ടുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും യൂണിവേഴ്സിനോട് നന്ദി പറയാൻ പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റീഡിങ്ങിൽ നിങ്ങളെക്കൊണ്ട് യൂണിവേഴ്സിന് നന്ദി പറയിക്കുന്നത്. ഓരോ പ്രാവശ്യവും നിങ്ങൾ യൂണിവേഴ്സിന് നന്ദി പറയുമ്പോൾ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആവും. ക്രമേണ പോകെ നിങ്ങളുടെ മനസ്സ് പോസിറ്റീവ് ആകുന്നതും ചെറിയ ഒരു പുഞ്ചിരിയോടുകൂടി എല്ലാ സാഹചര്യങ്ങളെയും നേരിടാൻ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സിന് നന്ദി പറയുക.
മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളാണ് ഈ ഒരു ടാരറ്റ് റീഡിംഗ് കാണുന്നത് എന്നെനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു ക്ലെൻസിങ് എനർജിയും കൂടി ഞാൻ ഈ റീഡിങ്ങിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ ഒരു തീരുമാനമെടുക്കാൻ അത് നിങ്ങളെ സഹായിക്കും. ദിവസേനയുള്ള എൻ്റെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും ചേർത്ത് താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു ഘട്ടമാണ് എങ്കിൽ അത് നിങ്ങളുടെ കരിയർ ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ജനറൽ റീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ഇതൊരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണം എങ്കിൽ അതിന് പേഴ്സണൽ റീഡിംഗ് ആണ് അത്യാവശ്യം വേണ്ടത്. നിങ്ങളുടെ ആ ഒരു എനർജിയുമായി റെസൊണേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാരറ്റ് റീഡറിനെ സമീപിച്ച് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ ഒരുപാട് കാലമായി ഓവർ തിങ്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ ശരിക്കും ഒരു ഗൈഡൻസ് തരാൻ അവർക്ക് സാധിക്കും. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിരുന്നാൽ മതി. തീർച്ചയായിട്ടും ഞാൻ അറ്റൻഡ് ചെയ്യും. എത്രയൊക്കെ തിരക്കിനിടയിലും നിങ്ങളുടെ കമൻറ്റ്സ് അതുപോലെ തന്നെ കോളുകൾ എല്ലാത്തിനും ഞാൻ മാക്സിമം അറ്റൻഡ് ചെയ്യാറുണ്ട്. പേഴ്സണൽ റീഡിംഗ് പെയ്ഡ് ആണ്. റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നതിനായി ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയാകും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു റീയൂണിയൻ ഉണ്ടാകുവാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മനോഹരമായി മുന്നോട്ട് പോകുവാനും ഈ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.